आप बाल कटवाएंगे? ഹായ് ഗായ്സ്, ഇന്നത്തെ മൂവിയുടെ റിവ്യൂ വന്നിട്ട് ഒരു ഹിന്ദി ഫിലിമാണ്. സഫിയ സർദാർ എന്നാണ് മൂവിയുടെ പേര്. ഈ ജനുവരി റിലീസായ പടമാണ്. അധികം ആരും കണ്ടിരിക്കാൻ വഴിയില്ല. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലാണ് ഇതിന്റെ ഭാഗങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പടം കണ്ടു നോക്കിയത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫിലിം കണ്ടത്. വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു പടമൊന്നുമല്ല. മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് അദിതി സുബൈദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത് ഡയറക്റ്റ് ഒക്കെ ചെയ്തേക്കുന്നത് ബാബ ആസ്മി എന്നുള്ള ഒരാളാണ്. ഈ പടം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു സോഷ്യൽ ഡ്രാമാറ്റിക് ഫിലിമാണ്. സഫിയ സർദാർ അതൊരു പെൺകുട്ടി റോബോട്ടിക്സ് പഠിക്കുന്ന, അതായത് ഡൽഹിയിലോ ഏതോ ഒരു സ്ഥലത്താണ് പഠിക്കുന്ന പുള്ളിക്കാരി വന്നിട്ട്. അവരുടെ അച്ഛൻ വന്നിട്ട് ബാർബറാണ്. അപ്പോൾ ആളുടെ ഒരു വരുമാനം, അമ്മ വന്നിട്ട് ഡിസൈനറാണ്, എന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനർ അങ്ങനത്തെ ഒന്നല്ല, വീട്ടിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് പുള്ളിക്കാരിക്ക്. പിന്നെ പുള്ളിക്കാരിയുടെ ചേച്ചിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിക്ക് നടത്തുന്നുണ്ട്, അതും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെ ഒരു വരുമാനം കൊണ്ടിട്ടാണ് ഈ ഒരു വീട് പോകുന്നത്. എല്ലാ മിഡിൽ ക്ലാസ്സിലും വന്നിട്ട് ഈ ഒരു കടബാധ്യത അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സഫിയയുടെ ഫാദർ വന്നിട്ടും ഒരാളുടെ അടുത്ത് നിന്ന് വന്നിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ട് പലിശയ്ക്ക്. അപ്പോൾ ഈ പലിശ വന്നിട്ട് ഇങ്ങനെ മന്ത്ലി എന്തോ വീക്കിലി എന്തോ അങ്ങനെ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും ഇങ്ങനൊരു എന്തെങ്കിലും ഈ പലിശ മുടങ്ങിയാൽ അന്ന് ഈ കട ഇയാളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നത് ഒരു കരാറ് പോലെ കൊടുത്തേക്കുന്ന സംഭവം എല്ലാം ആസ് യൂഷ്വൽ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാ കഥയിലുള്ള പോലെ അതൊരു ട്വിസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു സാധനം വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ വന്നിട്ട്, അതായത് സഫിയയുടെ ഫാദറിന് വന്നിട്ട് പാരലൈസ്ഡ് ആവും, അതായത് ഒരു സൈഡ് തളർന്നു പോയി കിടപ്പിലാവും. സോ വേറെ വഴിയില്ല. പിന്നെ അതുവാണെങ്കിലും ഈ അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയറിംഗ്, അത് 45 ഡേയ്സിന് ഉള്ളിൽ എന്തോ കൊടുക്കണം. ചേച്ചി, അതായത് ചേച്ചി ബ്യൂട്ടീഷ്യൻ ആണല്ലോ. അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിലും അങ്ങനെ നിറഞ്ഞു കവിഞ്ഞുള്ള ഇതൊന്നും ഇല്ല, നോർമലായിട്ട് പോകുന്നൊരു. എല്ലാരും ഈ ഇളയ കൊച്ചു ബാക്കി 3 പേരും നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഫാമിലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈം വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി, അത് മെയിനായിട്ടുള്ള ഹീറോയിൻ സഫിയ, ഈ അച്ഛന് അതായത് ചികിത്സയ്ക്ക് നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ 2 വരുമാനം പോരാ. കാരണം അച്ഛൻ ബാർബർ ഷോപ്പിൽ നിന്ന് എത്രത്തോളം ആ ഒരു, പിന്നെ അതിൻ്റെ കൂടെ കടവും ഇതെല്ലാം തീർക്കണമെങ്കിൽ ഇവർ 2 പേരും കൂടെ നോക്കിയിട്ട് കാര്യമില്ല. ഈ സമയത്തിൽ പിന്നെ ഈ കട മറ്റേ പലിശക്ക് കൊടുത്ത ആള് പ്രഷറൈസ് ചെയ്യാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര മെന്റലി എല്ലാവരും ഡൗൺ ആവും. അപ്പോൾ ഈ സഫിയ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഈ കുട്ടി അത് കൂടാതെ കുറേ അധികം കടകളിലൊക്കെ ജോലിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലുള്ള ഒരു സ്ഥലമല്ല, കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്. പറയണ്ടേ, ഒരാണായി ജനിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നേനെന്നൊക്കെ അവര് പറയുന്നുണ്ട്. പിന്നെ അവിടെ അതെല്ലാം അത് കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടി. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഒരു തീരുമാനം എടുക്കണം. അതായത് അച്ഛൻ്റെ ബാർബർ ഷോപ്പ് തുടർന്നാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം വെച്ചാൽ അവരെ പൂർവികരായി നടത്തിക്കൊണ്ടിരുന്ന ഷോപ്പാണ്. അത് എന്ത് വന്നാലും അത് കൈവിട്ട് കൊടുക്കില്ല എന്നൊരു ദൃഢനിഷ്ഠ ഉണ്ട് മെയിനായിട്ട് ഇതുമേ. ലാസ്റ്റ് എന്നിട്ട് പുള്ളിക്കാരൻ എന്നിട്ട് ഒരു ബോയ് ആയിട്ട് വേഷം കെട്ടുകയാണ്. സഫ്ദാർ എന്നുള്ള പേരിൽ എന്തോ മറ്റോ ആണ് മുടിയെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തു. കണ്ടു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി, പക്ഷെ ആ മുടി വെട്ടുന്ന സീനൊക്കെ വരുമ്പോ നമുക്ക് എന്തൊക്കെയാ ഉള്ളിന്ന് ഒരു വിങ്ങലൊക്കെ വരും മെയിനായിട്ട് കേട്ടോ. കാരണം ഒരു പെൺകുട്ടി ഒരു ആണിന്റെ വേഷം കെട്ടി ചെല്ലുമ്പോഴുള്ള ഒരു, പിന്നെ അതുമല്ല കേട്ടോ, ഈ കുട്ടി നല്ല രീതിക്ക് കവിത എഴുതും. നല്ല പഠിക്കാനും മിടിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല പോലെ കവിത എഴുതും. അപ്പോൾ ഇവരുടെ ബാർബർ ഷോപ്പിന് തൊട്ട് മുന്നായിട്ട് ഒരു മ്യൂസിക് ബാൻഡ് ടീമുണ്ട്. സഫിയ അപ്പോൾ ജോലി കയറാണ്, സ്വന്തം അച്ഛൻ്റെ കടയിൽ വേറൊരാളായിട്ട് കയറാണ്. അപ്പോൾ നീസാണെന്നുള്ള രീതിക്കാണ് കയറുന്നത്, ഒരു ബന്ധു എന്നുള്ള നിലയ്ക്കാണ്. ഡൽഹിയിലുള്ള ഒരു ബന്ധു എന്ന നിലയ്ക്കാണ് അവിടെ കയറുന്നത്. ഈ ബാർബർ ഷോപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ എപ്പോഴും വന്നിരിക്കും. എന്നാൽ മുടി വെട്ടത്തില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. എപ്പോഴും വന്നിരിക്കും ചെയ്യുന്ന ഒരു ഉപകാരമില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അവള് ചിന്തിക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. കാരണം ആരും വരുന്നില്ല, ആരും മുടി വെട്ടുന്നില്ല. കാരണം പുള്ളിക്കാരുടെ അച്ഛൻ വന്നിട്ട് നല്ല അടിപൊളി മുടിവെട്ടുകാരനാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ്റെ തന്നെ. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ഈ മ്യൂസിക് ബാൻഡിലുള്ള ഒരു ചെക്കൻ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ മുടി വെട്ടും, അത് പോസ്റ്റ് ആക്കിയിടും. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് പുള്ളിക്കാർ കഴിവ് തെളിയിക്കും ഈ മുടി വെട്ടില്. കാരണം എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി, അത്യാവശ്യം കടയിൽ ആളുകൾ വന്നു തുടങ്ങി, പൈസയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇതിൽ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. ഈ പലിശ കൊടുക്കുന്ന സമയമായി ഈ പുള്ളി 10,000 രൂപ എന്തോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കയ്യിൽ മുടി വെട്ടി കിട്ടിയ പൈസ വന്നിട്ട് 8,000 രൂപയുള്ളൂ. അപ്പോൾ ഈ കടയിൽ വെറുതെ വന്നിരുന്ന ആളുകളും ഈ അപ്പുറത്തെ മ്യൂസിക് ബാൻഡിൽ ഉണ്ടായിരുന്ന അമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ അവരാണ് ടീം വന്നിട്ട്
അയാളും കൂടെ ചേർന്നിട്ട് 2000 രൂപയും കൂടെ എക്സ്ട്രാ സെറ്റ് ആക്കിയിട്ട് 10,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ വിചാരിക്കും അപ്പൊ അതിലൊരു മെസ്സേജ്, ഈ ലോകത്തിൽ ആരും യൂസ്ഫുൾ അല്ലാത്ത ആൾക്കാരില്ല. അവള് ഒരിക്കലും വിചാരിച്ചില്ല ഇവര് അവർക്ക് വേണ്ടിട്ട് ഇത്ര ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുമല്ല, ഒരു ആൺകുട്ടി പോവാൻ പറ്റാത്ത, അതായത് ഒരു പെൺകുട്ടിക്ക് പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ആൺവേഷം കിട്ടിയപ്പോ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവർക്ക് ആൺകുട്ടി ആയിരുന്നെങ്കിൽ, ഇപ്പൊ ആൺകുട്ടിയായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ മെയിനായിട്ടെന്ന് പറഞ്ഞ കാണിച്ചേക്കണത് ഇപ്പൊ നൈറ്റ് സ്ത്രീകൾക്കൊന്നും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പറ്റില്ലല്ലോ. പക്ഷെ ഈ പടത്തില് അങ്ങനെ കാണിക്കുന്നുണ്ട്. അവന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോ എന്താ അഭിമാനപൂർവ്വം പോണെന്ന് കാണിക്കുന്നുണ്ട് നല്ലപോലെ. അടുത്ത പലിശയുടെ സമയം ഈ പലിശ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അടുത്ത ഇനിയുള്ള 2 ആഴ്ചക്കുള്ളിൽ പൈസ കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കട മൊത്തത്തിൽ ഈ പലിശക്കാരന് എഴുതി കൊടുക്കണം. കട ഏറെക്കുറെ നല്ലതായി. പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരുടെ അമ്മ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡിസൈൻ ഹാൻഡ് വർക്കാണ്. ആ മെഴുകുതിരി കത്തി അത് മൊത്തം അങ്ങോട്ട് കത്തിപ്പോവും. അതായത് ആ വർക്ക് മൊത്തം പോയി. 50,000 എത്ര രൂപയുടെ വർക്കായിരുന്നു. അത് മൊത്തം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അത് പോയി. അപ്പോൾ അവർ ഭയങ്കര, ആ പെൺകൊച്ചും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഭയങ്കര എന്താ പറയാ, ഒന്നുമില്ല, കട പോകുന്നുള്ള ലാസ്റ്റ് ഇതായി. അപ്പോഴാണ് ഈ മ്യൂസിക് ബാൻഡിൽ ഈ കുട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട്, അതായത് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് ഓൾറെഡി ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വന്നിട്ട് ഈ റാപ്പേഴ്സിന് വന്നിട്ട് ഒരു ഷോ പോലെ വരും. അതായത് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ വരും. ആ ഷോയിൽ ചെന്ന് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ലിറിക്സ്, അതായത് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അവർ കൊടുക്കുന്ന ടോപ്പിക്കിന് അപ്പം തന്നെ റാപ്പ് ചെയ്ത് അപ്പം തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കൊടുത്ത ടോപ്പിക് എന്തിനാണ് അതിന്റെ ഡസ്റ്റ് അല്ലേ? ഡസ്റ്റ് എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു പുള്ളിക്കാരുണ്ട്. അവനും ലിറിസിസ്റ്റ് തന്നെയാണ്. പക്ഷെ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇവളെ ഏറ്റവും നന്നായിട്ട് എഴുതുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ലിറിസിസ്റ്റുമായിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ ആവും. എന്നിട്ട് അവൾ ആ ഒരു ബാൻഡിൽ നിന്ന് പോവും. എന്നിട്ട് പിന്നെ ഇവർ ഈ ഒരു ഷോയിൽ വരുമ്പോൾ ഇവരുടെ ലിറിസിസ്റ്റിനെ കൊണ്ട് പറ്റണില്ല. കാരണം ഒന്നും വരണില്ല. ലാസ്റ്റ് ഇവളെ തിരിച്ച് വിളിച്ച് അവൾ എഴുതിയ ഒരു പാട്ട് അവിടെ പെർഫോം ചെയ്ത് അടിപൊളിയാവും. അവർ ഫസ്റ്റ് എത്തും. 1 കോടി രൂപയുടെ ഇത് കിട്ടും അവർക്ക് അതിൽ നിന്ന്. അതായത് എഴുതിയ ഈ ഒരു പാട്ട് വേറെ ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാറ് ഓൺ ദ സ്പോട്ടില്. ആ 2 ലക്ഷം രൂപയാണ് ഇവരുടെ സഫിയയുടെ കടം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലെ ആൾക്കാർ സഫിയനെ ഹെൽപ്പ് ചെയ്യും. ആ 2 ലക്ഷം രൂപ കടം കൊടുത്ത്, അതായത് പലിശ കൊടുക്കുന്ന ആൾക്ക് സഫിയ നല്ല അഭിമാനത്തോടെ സ്വന്തം അച്ഛൻ്റെ കൈ പിടിച്ച് കൊണ്ട് പോയി ആ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ആ കടം അങ്ങോട്ട് തീർക്കും. ഇതിന് മനസ്സിലാക്കാനുള്ളത്, പെൺകുട്ടി എന്ന നിലയ്ക്ക് മാറ്റി നിർത്തുന്ന ഒരു സംഭവം, അതിൻ്റെ ആവശ്യമില്ല. ജെൻഡർ ബേസ്ഡ് അല്ല ഒന്നും. ഒരു കഴിവും ജെൻഡർ ബേസ്ഡ് അല്ല എന്ന് തെളിയിക്കുന്ന ഒരു പടം കൂടെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ആക്ച്വലി 1 ടൈം വാച്ചബിൾ എന്തായാലും ചെയ്യേണ്ട ഒരു പടമാണ്. നല്ലൊരു പടമാണ്. ബോറിംഗ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു പടമാണ്. അധികം സ്റ്റാർ കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ കൊച്ച് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കും ഒരു ചെറുതായിട്ടൊന്ന് ഫീൽ ഒക്കെ ചെയ്യും. സോ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പെണ്ണ് ജീവിക്കാൻ വേണ്ടി സ്വന്തം കഷ്ടപ്പെടുന്ന, മെയിനായിട്ട് മുടി കട്ട് ചെയ്യണ സീനൊക്കെ വരുമ്പോ അത് നമുക്ക് എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ വാച്ച് ചെയ്യാം.